സ്വന്തം ഭാഗം 75. ടേബിളിൽ അവൻ വാങ്ങിവെച്ച മാമ്പഴമെടുത്ത് അവൾ തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കി. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. ചുണ്ടു പൊട്ടിയിരിക്കുന്നു. ദൈവമേ, ഇതവർ കണ്ട? അവൾ ആലോചിച്ച് നിൽക്കുമ്പോൾ അവളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ഫോണിൽ ശ്രീദേവിൻ്റെ നമ്പർ കണ്ടതും അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ചുണ്ടു പൊട്ടിയിട്ടുണ്ട്. അവർ ചോദിച്ചാ എന്ത് പറയും? അപ്പുറത്തു നിന്നുള്ള ചോദ്യം കേട്ടതും അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ഒന്ന് നെടുവീർപ്പിട്ടു. ഞാൻ എന്താ പറയാ? അവൾ ചോദിച്ചു. കയ്യിൽ മാമ്പഴമില്ലേ? അവൻ ചോദിച്ചു. അത് കടിച്ചപ്പോൾ അറിയാതെ ചുണ്ടിൽ കടിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി. അവൻ ചിരിയോടെ പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ ഒന്ന് കോർത്തു. ദക്ഷ, വേദനയുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. പക്ഷേ ഞാൻ വേദനിപ്പിക്കും, ഒരുപാട്. ആ വേദന എൻ്റെ പ്രണയത്തിൻ്റെയാണ് എന്ന് മാത്രം, എൻ്റെ സ്നേഹത്തിൻ്റെയാണ്. അത് നീ സഹിക്കണം, സഹിച്ചേ പറ്റൂ. തിരിച്ച് നിനക്കും എന്നെ വേദനിപ്പിക്കാം. എനിക്കിഷ്ടമാണ് നീ തരുന്ന ആ വേദനകൾ. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ തരുന്ന കുഞ്ഞു കുഞ്ഞു നോവുകൾക്കായിട്ട്. എന്നെ വേദനിപ്പിക്കുമോ ദക്ഷ? അവൻ ചോദിച്ചു. അവൾ ബെഡിലേക്ക് വന്നിരുന്നു. എങ്ങനെ? അവൾ ചോദിച്ചു. ഞാനിപ്പോൾ തന്നില്ലേ, സ്നേഹിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെറുകടികൾ, അത് നിനക്ക് നോവായി മാറിയില്ലേ? അതുപോലെ പലയിടത്തും ഞാൻ നിനക്ക് ചെറു നോവുകൾ സമ്മാനിക്കുമ്പോൾ അതുപോലെ നീയും എന്നെ നോവിക്കണം. ആ നോവ് നമുക്ക് തരുന്ന ഒരു സുഖമുണ്ട്. ഇപ്പോൾ നീ അതനുഭവിക്കുന്നില്ലേ? ആ വേദന നിൽക്കുമ്പോൾ എല്ലാം നീ എന്നെ ഓർക്കില്ലേ? ആ വേദനയുള്ള സമയത്തോളം ഞാൻ തന്നെ ആ ചുംബനവും നമ്മുടെ ആ മനോഹരമായ നിമിഷവും നിൻ്റെ മനസ്സിലും എൻ്റെ കണ്ണിലും എപ്പോഴും ഉണ്ടാകും. അതുപോലെ എനിക്കും വേണം. അവൻ പറഞ്ഞു. എൻ്റെ പ്രണയം കുറച്ച് വന്യമാണ് പെണ്ണെ. ആ വന്യതയെ ഇഷ്ടപ്പെട്ടു തുടങ്ങണം. അത് ഞാൻ പഠിപ്പിച്ചു തരാം. അവൻ പറഞ്ഞതും അത് കേട്ട് അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ദക്ഷ, സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ വിളിക്കാം. സത്യത്തിൽ എനിക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ ചെയ്തേ പറ്റൂ. എന്നാലും ഞാനുണ്ടാകും നിൻ്റെ കൂടെ. ഇടയ്ക്കൊക്കെ എന്നെയും വിളിക്കാം. ഞാൻ തിരക്കിലായിരിക്കും, ഷൂട്ടിലായിരിക്കും, ഒന്നും നോക്കണ്ട. നിൻ്റെ കോള് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഷൂട്ടിലല്ലെങ്കിൽ ഉറപ്പായിട്ടും നിൻ്റെ കോൾ എടുത്തിരിക്കും. അതുകൊണ്ട് എന്നെ വിളിക്കണം. ആ വിളി ഞാൻ പ്രതീക്ഷിക്കും. അവൻ പറഞ്ഞു. ഞാൻ വിളിക്കാം. എന്നാൽ ഇനി താഴേക്ക് പോയിക്കോ. അപ്പോൾ അച്ഛൻ വിളിച്ചതാണ്, മറക്കണ്ട കേട്ടല്ലോ. അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാ വെക്കട്ടെ? അവൻ ചോദിച്ചതും ഒരു മൂളൽ മാത്രം നൽകി. അവൻ ഫോൺ കട്ട് ചെയ്തിട്ടും ദക്ഷ ആ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. ഈ ഫോൺ വിളിക്കാൻ പോയിട്ട് ഇവളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ച് അക്ഷമയോടെ ഇരിക്കുകയാണ് ശ്രീകുട്ടിയും മറ്റുള്ളവരും. അപ്പോഴാണ് ദക്ഷ പടികൾ ഇറങ്ങി വരുന്നത്. അവളുടെ കയ്യിൽ അപ്പോഴും ആ മാങ്ങയുണ്ട്. അവർ കാണാതിരിക്കാനായിട്ട് അവൾ മാങ്ങ കടിക്കുന്നുണ്ട്. ചുണ്ടിലെ മുറിവ് അവർ കാണാതിരിക്കാൻ വേണ്ടി അവൾ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. എവിടെയായിരുന്നു ദക്ഷ? എത്ര നേരായി? അത് പിന്നെ അച്ഛൻ സംസാരിച്ചു, പിന്നെ അമ്മയും മുത്തശ്ശിയും എല്ലാവരുമായിട്ട് സംസാരിച്ചു, അവൾ പറഞ്ഞു. എന്നാൽ റോയും ശങ്കറും വിശ്വവും അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവരുടെ നോട്ടം കണ്ട അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. എന്നാൽ പിന്നെ നമുക്ക് ട്രീ ഹട്ടിലേക്ക് പോയാലോ? ശരണി ചോദിച്ചു. അതിൻ്റെ താക്കോല് ഉണ്ടോ അവിടെ? വിശ്വം ചോദിച്ചതും അത് ആ ചേട്ടൻ്റെ അടുത്തുണ്ടാകും. അതെല്ലാം നോക്കാൻ ഏൽപ്പിച്ച ആ ചേട്ടനില്ലേ, ആ ചേട്ടൻ്റെ കയ്യിലുണ്ടാകും. ശരണി പറഞ്ഞതും അവിടെയില്ലെങ്കിലും ഇവിടെ ഒരാളുടെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് വിശ്വം ദക്ഷയെ നോക്കിയതും ദക്ഷ, തൻ്റെ കയ്യിലില്ലേ താക്കോല്? വിശ്വം ചോദിച്ചതും അവൾ തലയണക്കി. അപ്പോൾ ചേച്ചിക്കേട്ടൻ അതിൻ്റെ താക്കോല് തന്നോ? ശരണി ചോദിച്ചു. അപ്പോൾ അച്ഛൻ വിളിച്ചത് താക്കോല് തരാനായിരിക്കും അല്ലേ? റോയ് ചോദിച്ചതും
അവൾ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. എന്നാൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് പെൺപടകൾ. എന്താ അച്ഛൻ താക്കോൽ കൊടുക്കേ? അതെങ്ങനെ? ആ, ദക്ഷയുടെ അച്ഛൻ വിളിച്ചില്ലേ? അപ്പോൾ ഫോൺ എടുക്കാൻ പോയില്ലേ? അപ്പോൾ കൊടുത്തതായിരിക്കും താക്കോലെന്ന്. മനസ്സിലായില്ലേ നിനക്ക്? വിശ്വം ചോദിച്ചതും ആ അങ്ങനെ മനസ്സിലായി, ശരണ്യ പറഞ്ഞു. എന്നാ നടക്ക് എന്ന് വിശ്വവും ശങ്കറും റോയും ദക്ഷയെ ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് അവരുടെ കൂടെ നടന്നു. അവൻ നടക്കുമ്പോഴും ദക്ഷയുടെ മനസ്സ് മുഴുവൻ കുറച്ചു മുമ്പുണ്ടായ കാര്യങ്ങളായിരുന്നു. ശ്രീദേവ് ഷൂട്ടിംഗ് സെറ്റിലെത്തിയതും എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നു. എങ്ങനെയുണ്ട് സാർ? ഇപ്പോൾ ഓക്കെ ആയോ? എല്ലാവരും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ചെറു പുഞ്ചിരിയോടെ തന്നെ അവൻ മറുപടി നൽകി. എന്നാൽ ശ്രീദേവ് സാറ് ചെന്ന് മേക്കപ്പ് ചെയ്തോളൂ, സാറിൻ്റെ ക്യാരവാൻ റെഡിയാണ്. ഡയറക്ടർ പറഞ്ഞതും ശ്രീദേവിൻ്റെ അസിസ്റ്റൻറ്റും മാനേജറും കൂടി അവൻ്റെ ഒപ്പം തന്നെ ചെന്ന് വണ്ടിയിൽ കയറി. അവൻ റെഡിയായി പുറത്തേക്ക് വന്നപ്പോഴേക്കും ദയ എത്തിയിരുന്നു. ഹായ് ശ്രീദേവ്, എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ദയ ചോദിച്ചു. ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ പറഞ്ഞു. എന്തു പറയുന്നു ദക്ഷയും ഗ്യാങ്ങും? ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ അവിടെ? ദയ ചോദിച്ചു. ഇല്ല, അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. താനുണ്ടാവില്ലേ വിഷുവിന്? ശ്രീദേവ് ദയയോട് ചോദിച്ചു. പിന്നെ ഉണ്ടാകും, നമുക്ക് ആ ദിവസം 2 ദിവസം ബ്രേക്ക് ഉണ്ടെന്നാണ് അറിഞ്ഞത്. തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും ശ്രീദേവ് ആ ദിവസം 2 ദിവസം ഉണ്ടാകില്ലാന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. ഇല്ല ദയ, 2 ദിവസമല്ല, 3-4 ദിവസം ഞാൻ ഉണ്ടാകില്ല. കാരണം ഇവിടുത്തെ ഷൂട്ടപ്പോഴേക്കും കഴിയില്ലേ. ഒത്തിരി നാളുകൾക്ക് ശേഷം അമ്പലത്തിലെ ഉത്സവം കൂടാനേ, അതുകൊണ്ട് എന്തായാലും കൂടാമെന്ന് തന്നെ കരുതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറോട്, ശ്രീദേവ് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞങ്ങളുണ്ടാകും. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ദയ വീണ്ടും ചോദിച്ചു. താൻ വിളിക്കാറില്ലേ അപ്പോൾ? ശ്രീദേവ് ചോദിച്ചു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞത്. എന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്, ദയ പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല, അവർ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കൂടെ ഞങ്ങളും, ശ്രീദേവ് ചിരിയോടെ പറഞ്ഞു. ഷോട്ട് റെഡിയായതും 2 പേരും കൂടി പോയി. ശ്രീദേവിനെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് കാണുന്നത്. സാധാരണ ഷോട്ട് കഴിഞ്ഞാൽ മാറിപ്പോയിരിക്കുന്ന ശ്രീദേവ് എല്ലാവരോടും സംസാരിക്കുന്നു, ചിരിക്കുന്നു. ആൾ ഒരുപാട് ഹാപ്പിയാണെന്ന് തോന്നി. എന്നാൽ അവൻ്റെ കയ്യിലെ ഫോണിൽ എപ്പോഴും എന്തൊക്കെയോ നോക്കുന്നുമുണ്ട്, ടൈപ്പ് ചെയ്യുന്നതും കാണാം. ഇതെല്ലാം കണ്ടിട്ട് മിത്ര അവൻ്റെ അടുത്തേക്ക് വന്നു. എന്താ ശ്രീദേവ്, ഒരു പുഞ്ചിരിയെല്ലാം ഉണ്ടല്ലോ? അവൾ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വന്ന് ഇരുന്നു. ചുമ്മാ. അല്ല, എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ശ്രീദേവ് ചോദിച്ചു. ഓ നൈസ്, താനില്ല അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറവ്, അവൾ പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ തീർന്നില്ലേ? ശ്രീദേവ് ചോദിച്ചു. ഇല്ല, ഇനിയും ഒരു 2-3 സീന് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അതെയോ, ഓക്കെ. അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോണിൽ കണ്ട നമ്പർ കണ്ടതും അവൻ്റെ മുഖം വിടരുന്നതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നതും അവൾ കണ്ടു. അവൻ ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഹലോ, എന്തു പറ്റി? എന്നെ മിസ് ചെയ്യുന്നുണ്ട് ദക്ഷ? അവൻ ചോദിച്ചതും മെസ്സേജ് കണ്ടിരുന്നു, അവൾ പറഞ്ഞു. എന്നിട്ട് എന്ത് തോന്നി? അവൻ ചോദിച്ചു. എനിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം എൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ? എനിക്ക് കാണണമെന്ന് വെച്ചാൽ എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ഒരു വിഷമം, അവൾ പറഞ്ഞു. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, എനിക്കും കാണണമെന്ന് തോന്നുമ്പോൾ എപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് പറ്റുന്നില്ലടി പെണ്ണെ, അവൻ പറഞ്ഞു. എനിക്കും, അവൾ പറഞ്ഞു. ചുണ്ടിലെ മുറിവ് അവർ കണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, അവരെവിടെയാ? ട്രീ ഹട്ടിൻ്റെ അങ്ങോട്ട് അവിടേക്ക് കയറി. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരെല്ലാം അവിടെ തന്നെയാ. ഞാൻ താഴേക്ക് ഇറങ്ങി. ട്രീ ഹട്ടിൻ്റെ അടുത്ത് ഒരു ചെറിയ തണൽമരല്ലേ, അവിടെയുണ്ട് ഞാൻ, അവൾ പറഞ്ഞു. അടിപൊളി, ഞാനും അതെ, എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലം അതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ തണൽമരം, അവൻ പറഞ്ഞു. സർ, ഷോട്ട് റെഡി, അവിടെ നിന്നും വിളിക്കുന്നത് കേട്ടതും. എന്നാ പോയിക്കോ, എന്നെ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി, അവൾ പറഞ്ഞു. പറ്റില്ലല്ലോ മോളെ, എന്നെ ഇങ്ങോട്ട് വിളിക്കണം. ഈ വിളിയെല്ലാം ഞാനൊന്ന് ആസ്വദിക്കട്ടേന്നേ. ആകെ കൂടി എന്നെ വിളിക്കാറുള്ളത് ശരണ്യയോ അമ്മയോ മുത്തശ്ശനും മുത്തശ്ശിക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ നല്ല രസമുണ്ട്,
ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കാനും ആരും കാണാതെ ഫോണിലൂടെ ഉമ്മ ഇങ്ങനെയൊക്കെ തരാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ചെക്കൻ നൈസായിട്ട് ഉമ്മ കൊടുത്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. ദക്ഷ, എനിക്ക് കാണണം, വീഡിയോ കോളിൽ വരാമോ? അവൻ ചോദിച്ചു. വേണോ? അവിടെ ചേച്ചിയില്ലേ? ദക്ഷ ചോദിച്ചു. ഞാൻ മാറി നിൽക്കാണ്. ഒന്ന് വിളിക്കണ്ടേ ദക്ഷ, കാണാൻ കൊതിയായിട്ടല്ലേ? അവൻ പറഞ്ഞു. അതിന് ഇവിടെ നിന്ന് പോയിട്ട് ഒരു 2 മണിക്കൂർ പോലും ആയില്ലല്ലോ? അവൾ ചോദിച്ചു. 2 മണിക്കൂർ പോയിട്ട് 2 മിനിറ്റ് കാണാതിരിക്കാൻ പറ്റുന്നില്ല. നിനക്ക് മന്ത്രവാദം വല്ലതും അറിയോ പെണ്ണെ? അവൻ ചോദിച്ചു. എന്താ മന്ത്രവാദോ? അവൾ തിരിച്ചു ചോദിച്ചു. ആ, നീ എന്നിൽ എന്തോ ഒരു മാജിക് പവർ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ ശ്രീദേവ് ഒരു പെണ്ണിൻ്റെ മുന്നിൽ ഇത്രയും അടിമപ്പെട്ടു പോകില്ല. ഇങ്ങനെ കാണാതിരിക്കാൻ പറ്റാത്ത വിധം ഇത്രയും തീക്ഷ്ണമായൊരു പ്രണയം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ശ്രീദേവ് പറഞ്ഞു. അതെ, ഞാനേ ഒരു മാജിക് പവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയോ? ദക്ഷ ചോദിച്ചു. ഇല്ല. അത് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ശ്രീദേവിൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അവനത് ഓപ്പൺ ചെയ്ത് നോക്കിയതും ദക്ഷയുടെ വാട്സപ്പിൽ നിന്നുള്ള ഒരു പിക്ചർ മെസ്സേജ് ആണെന്ന് കണ്ടതും അവനത് ഓപ്പൺ ചെയ്തു. അതിൽ ഭംഗിയുള്ള വെളുത്ത ഒതുങ്ങിയ ഒരു വയറും ഒരു ഭംഗിയുള്ള പൊക്കിൾ ചുഴിയും അതിലും ഭംഗിയായി കിടക്കുന്ന ഒരു ഗ്രീൻ ഹാർട്ട് നേവൽ റിങ്ങും. അത് കണ്ടതും അവൻ ആ ഫോൺ അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. അവൻ്റെ ചുണ്ടിലും കണ്ണുകളിലും മനോഹരമായൊരു തിളക്കമായിരുന്നു. അവൻ വേഗം തന്നെ ഫോണെടുത്ത് അവളെ വിളിച്ചു. ദക്ഷ, അതെ, നിന്റെ മാജിക് പവർ അതിലായിരുന്നു. ആ ഭംഗിയുള്ള ആ പൊക്കിൾ ചുഴിയിലായിരുന്നു. അതിൽ കിടക്കുന്ന ആ ഗ്രീൻ ഹാർട്ടിലായിരുന്നു. അവൻ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ട കാര്യം. അവൾ പറഞ്ഞു. ദക്ഷ, ഐ വാണ്ട് ടു സീ യു നൗ. അവൻ പറഞ്ഞത് കേട്ടതും ഇപ്പോഴോ? അവൾ ചോദിച്ചു. യെസ്, ഇപ്പോൾ, ഈ നിമിഷം, അവൻ പറഞ്ഞു. ഞാൻ പുറത്താണ്, പറഞ്ഞില്ലേ, ആ തണൽ മരത്തിനടുത്ത്. പ്ലീസ് ദക്ഷ, ഇനി എനിക്ക് അത് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പ്ലീസ് ദക്ഷ, ഒരു പ്രാവശ്യം, അവൻ പറഞ്ഞു. ഞാൻ വീട് വരെ എത്തുമ്പോൾ വേണ്ട, വേഗം ട്രീ ഹട്ടിലേക്ക് ചെല്ല്. അവിടെ നീ കാണാത്തൊരു സ്ഥലമുണ്ട്, എൻ്റെ റൂം. അവിടെ എനിക്കൊരു പ്രൈവറ്റ് റൂമുണ്ട്. അത് വോള് പോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഡോറ് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. വൈറ്റ് കർട്ടനാണ് ഇട്ടിരിക്കുന്നത്. ചെന്ന് തുറക്ക്. അവൻ പറഞ്ഞതും എന്നാ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ വേഗം ട്രീ ഹട്ടിനടുത്തേക്ക് ചെന്നു. ഉള്ളിലൂടെ അകത്തേക്ക് കയറിയപ്പോഴേ കണ്ടു താഴെയും സ്വിംഗ് ചെയറിലുമായി ഇരിക്കുന്നുണ്ട് എല്ലാവരും ആ ഫ്രിഡ്ജിൽ നിന്നും ജ്യൂസും മറ്റും എടുത്ത് കുടിക്കുകയാണ്. പെൺകുട്ടികളെല്ലാം അതിൽ നിന്നും ചോക്ലേറ്റും എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ദക്ഷ അങ്ങോട്ട് വന്നത്. അവൾ ചുറ്റും നോക്കുന്നത് കണ്ടതും എന്താ ദക്ഷ നോക്കുന്നത്? റോയ് ചോദിച്ചു. അത് ഒന്നുമില്ല, ഇവിടെ കിച്ചണും ഈ ഹാളും മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നോക്കിയതാണ്, അവൾ പറഞ്ഞു. ഇല്ല, അവിടെ ഒരു റൂം കൂടിയുണ്ട്. ആ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കാണുന്ന കുഞ്ഞ് ബാൽക്കണി ഇല്ലേ, അത് ശ്രീദേവിൻ്റെ റൂമാണ്, റോയ് പറഞ്ഞതും അതെവിടെയാ? അവൾ ചോദിച്ചു. ദാ ആ വൈറ്റ് കർട്ടൻ കിടക്കുന്നില്ലേ, അവിടെ അതിൻ്റെ ഡോറ്, അവൻ പറഞ്ഞതും അതെയോ, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബാനു അടക്കം എല്ലാവരും ചാടി എഴുന്നേറ്റതും എങ്ങോട്ടാ പോകുന്നേ? അങ്ങോട്ട് ആരും കയറുന്നത് ശ്രീദേവിന് ഇഷ്ടമല്ല. ഞങ്ങൾ പോലും അങ്ങോട്ട് കയറിയിട്ടില്ല ഇതുവരെ. പിന്നെ ദക്ഷക്കൊച്ചിന് അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഉണ്ടാകും അല്ലേ? റോയ് ചോദിച്ചതും അവൾ അവനെ നോക്കി. ഇപ്പോൾ വിളിച്ചു പറഞ്ഞതാണോ, താക്കോൽ കൈമാറിയപ്പോൾ തന്നതാണോ ആ അവകാശം? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ ആ കർട്ടനടുത്തേക്ക് നടന്നു. കർട്ടൻ മാറ്റിയപ്പോഴേ കണ്ടു ഒരു ഡോറാണെന്ന്. അവൾ അതിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചതും ഡോറ് തുറന്നു. അവൾ അകത്തേക്ക് കയറി ഡോറടച്ചു. അവൾ ചുറ്റും നോക്കി. മൊബൈലിൻ്റെ ടോർച്ച് അടിച്ചുകൊണ്ട് അവൾ അതിലെ ഒരു സ്വിച്ച് കണ്ടുപിടിച്ചു. അത് ഓണാക്കിയതും അതിനുള്ളിൽ പ്രകാശം പരന്നു.
അതിൻ്റെ ഉൾഭാഗം കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അത്രയും മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. റൗണ്ട് ബെഡാണ് താഴെ ഇട്ടിരിക്കുന്നത്. കട്ടിലില്ല. അതിൽ മനോഹരമായ വൈറ്റ് കളർ ഒരു ബെഡ്ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. പില്ലോകളും കുഷ്യൻസും എല്ലാം വൈറ്റ് കളർ. ഭിത്തിയോട് ചേർന്ന് അലമാരകൾ. അതിൽ ബുക്കുകൾ ഭംഗിയായി അടക്കി വെച്ചിരിക്കുന്നു. ഒരു സൈഡിലായി ഒരു മിറർ. അതിന് മുന്നിലായി ഒരു ടേബിൾ. ആ ടേബിളിൽ ഒരു സ്പ്രേയും ഒരു കോമ്പും ഒരു ബോഡി ലോഷനും ഇരിക്കുന്നുണ്ട്. അവൾ ആ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. അത്രയും മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ബെഡിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു TV ഉണ്ട്. ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തു. ഫോണിലെ പേര് കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഫോൺ എടുത്തതും ശ്രീദേവ് ആയിരുന്നു. അത് വീഡിയോ കോളായിരുന്നു. ദക്ഷ, കാണിച്ചു താ പെണ്ണെ. ഇനി അത് കണ്ടില്ലെങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാനങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ നിനക്കെന്നെ. കടിച്ചെടുക്കും ഞാനത്. അവൻ പറഞ്ഞതും അവൾ നാണത്തോടെ തല അഴ്ത്തി. കാണിച്ചു താ പ്ലീസ്, അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കിയപ്പോൾ അവൻ ക്യാരവാനിലാണെന്ന് മനസ്സിലായി. ക്യാരവാനിലെ അവൻ്റെ ബെഡിൽ കിടക്കുകയാണെന്ന് കണ്ടതും ദക്ഷ, ആ ദാവണി മാറ്റ്, അവൻ പറഞ്ഞു. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവളുടെ ഫോൺ വെച്ചു. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവളെ തന്നെ നോക്കി. അവൾ വീഡിയോ കോൾ ഓണാക്കി. വയറിൻ്റെയും പൊക്കിൾ ചുഴിയുടെയും ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം ധാവണി അവൾ മാറ്റിപ്പിടിച്ചു. ശ്രീദേവ് ഫോണിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പൊക്കിൾ ചുഴിയും നല്ല തിളക്കത്തോടെ കിടക്കുന്ന ഗ്രീൻ ഹാർട്ടുമാണ്. അവൻ നെഞ്ചിൽ കൈവച്ചു. ഫോണിലൂടെ അവൻ്റെ മുഖഭാവം കണ്ട ദക്ഷയുടെ മുഖം ചുവന്നു. ദക്ഷ, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു, അവൻ പറയുന്നത് കേട്ടതും അവൾ ഞാൻ വെക്കുകയാണ്, അവൾ പറഞ്ഞുകൊണ്ട് ധാവണി വലിച്ചിട്ടു. പ്ലീസ് പ്ലീസ് ദക്ഷ, മാറ്റല്ലേടാ, ഒന്നുകൂടി, ഒരു പ്രാവശ്യം കൂടി, അവൻ പറഞ്ഞു. ഇല്ല, ഇനി വേണ്ട, അവൾ പറഞ്ഞു. ഒരു പ്രാവശ്യം ആ ധാവണി മുഴുവനും ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരുമോ, അവൻ ചോദിച്ചതും അയ്യോ അത് പറ്റില്ല, അവൾ പറഞ്ഞു. പ്ലീസ്, ഞാൻ വയ്ക്കുകയാണേ, അവരന്വേഷിക്കുന്നുണ്ട്, അവൾ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതും അവൾ താഴെ ഇട്ടിരിക്കുന്ന ആ ബെഡിൽ കിടന്നു. അവളുടെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു. അവൾക്കും ശ്രീദേവിനെ കാണാൻ തോന്നി. എന്നാൽ ആ സമയം ശ്രീദേവ് അവൻ്റെ റൂമിലെ ക്യാമറ ഓണാക്കി ക്യാരവാനിലെ ബെഡിൽ കിടന്നുകൊണ്ട് അവൾ കാണിക്കുന്നത് നോക്കിക്കിടക്കുകയായിരുന്നു. അവൻ്റെ ചുണ്ടിലും പുഞ്ചിരിയുണ്ടായിരുന്നു. തൻ്റെ ബെഡിൽ അവൾ കിടക്കുന്നു. തൻ്റെ പില്ലോയും കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അവൾ ചെയ്യുന്ന കാര്യം സസൂക്ഷ്മം നോക്കിക്കൊണ്ട് കിടന്നു. അവളുടെ കൈ ധാവണി വലിച്ചു മാറ്റുന്നതും അവളുടെ വയറിൽ തടവുന്നതും പൊക്കിൾ ചുടിയിലെ ആ നേവൽ റിങ്ങിലെ ഹാർട്ടിൽ പിടിക്കുന്നതും എല്ലാം അവൻ സൂം ചെയ്ത് നോക്കി. ആ റൂമിൽ തൻ്റെ ബിസിനസ് സംബന്ധമായതും മറ്റുമുള്ള പല ഡോക്യുമെൻറ്റ്സും വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ റൂമിൽ ക്യാമറകൾ ഉണ്ട്. ആ ക്യാമറ തൻ്റെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ആർക്കും അറിയില്ല. അത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ക്യാമറയിൽ പതിയും. അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഹൈ ഫെസിലിറ്റീസ് ഉള്ള ക്യാമറയാണ്. ആ റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ പോലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ശ്രീദേവിൻ്റെ ഫോണിൽ വരും. അതുപോലെ തന്നെ ഷെൽഫ് തുറക്കുമ്പോഴും ആ റൂമിൻ്റെ മുക്കും മൂലയും വരെ വളരെ ക്ലിയർ ആയിട്ട് ആ ക്യാമറയിൽ പതിയും. അപ്പോഴാണ് ആ വൈറ്റ് ബെഡിൽ കിടക്കുന്ന തൻ്റെ സുന്ദരിയായ തൻ്റെ പെണ്ണ്. അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവിടെ ക്യാമറയുള്ള കാര്യം അവളോട് പറയില്ല എന്ന് അവൻ തീരുമാനിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.